ഹായ് എവ്രി വൺ, ഹൗ ആർ യു ബ്യൂട്ടിഫുൾ പീപ്പിൾ? ദിസ് ഇസ് മീ സുമൈ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെയും വീഡിയോ ഇട്ട് തുടങ്ങിയത്. പലപ്പോഴും വിചാരിക്കും കണ്ടിന്യൂസ്ലി എൻ്റെ ചാനലിൽ വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര പ്രതിജ്ഞയൊക്കെ എടുക്കും. എന്നിട്ട് ആ പ്രതിജ്ഞയെല്ലാം ഇട്ട് നെല്ലിൽ പൊട്ടും. സോ പൊതുവെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ വെയിറ്റ് ലോസ് അങ്ങനെയൊക്കെ റിഗാർഡിംഗ് വീഡിയോസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നൊരു ഡിഫറൻറ്റ് വീഡിയോ ഇടാമെന്ന് കരുതി. സോ നമുക്ക് എല്ലാവർക്കും കുറേ ഹോബീസുകൾ കാണും, റൈറ്റ്? ചിലർക്ക് പാട്ട് കേൾക്കുന്ന, ഡാൻസ് കളിക്കുന്ന, അല്ലെങ്കിൽ പെയിൻറ്റിങ്, റീഡിങ്, അങ്ങനെ ഡിഫറെൻറ്റ് കുക്കിംഗ്, ഇതൊക്കെ പലരുടെയും ഹോബീസാണ്. അപ്പോൾ എൻ്റെ ഒരു ഹോബീസിലുള്ളൊരു ഒരെണ്ണം, കുറച്ച് ഹോബീസുണ്ട്. അതിലൊരു ഹോബി എന്ന് പറഞ്ഞാൽ റീഡിംഗ്. സോ റീഡിംഗ് എന്ന് ഞാൻ കുറേ ബുക്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ വായിച്ച് തീർത്തിട്ടുണ്ട്, കുറച്ചൊക്കെ ലേശമായിട്ട് വായിച്ച് വെച്ചിട്ടേ ഉള്ളൂ. പൂർണ്ണമാക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഐ തോട്ട് ഓക്കെ, എൻ്റെ ബുക്സിൻ്റെ കളക്ഷനൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എൻ്റെ ബുക്സിൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം രണ്ടുമുണ്ട്. ഓക്കെ, ആൻഡ് അത് ഫിക്ഷൻ നോൺ ഫിക്ഷൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ മിക്സ് ചെയ്ത് എനിക്ക് ചിലപ്പം ബുക്സിൻ്റെ കവർ പേജ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചിലപ്പോൾ ബുക്കിൻ്റെ ടൈറ്റിലായിരിക്കും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞ് കണ്ടന്റ്, ചിലപ്പോൾ കുഞ്ഞ് എന്തെങ്കിലും ഒരു പാരഗ്രാഫോ ഒരു ലൈനോ ആയിരിക്കും ചിലപ്പോൾ എവിടെന്നെങ്കിലും ഞാൻ വായിക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു ബ്രീഫ് രീതിയിൽ അതിൻ്റെ ഒരു സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിരിക്കുമല്ലോ, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുമല്ലോ, ജസ്റ്റ് കുറച്ച് ക്ലൂസ് ഒക്കെ പോലെ. അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിലും വായിക്കും. സോ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ബുക്സ് എൻ്റെ കയ്യിൽ മേ ബി ഒരു 10-20 ബുക്സ്, മാക്സിമം ഒരു 20 ബുക്സ്, അതിനപ്പുറം ഒന്നും കാണത്തില്ല. അപ്പം ഓരോ വീഡിയോയിൽ 5 ബുക്സ് വിധിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെയൊക്കെ ഈ ബുക്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, 99 ബുക്ക് സ്റ്റോർ, പല സ്ഥലങ്ങളിൽ നിന്നായിട്ടൊക്കെയാണ് വാങ്ങിച്ചത്. ചിലത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സ്ഥലം എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല, ബിക്കോസ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചതാണ്. ബട്ട് എന്നാലും ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവിടെ നിന്നൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് ഞാൻ നിങ്ങൾക്ക് ലിങ്ക്സ് ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദി ഫസ്റ്റ് വൺ ഇസ്, സോറി, ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ നിന്ന് എവിടെയാണ് നോക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷനാണ്. ചിലമത്തെ ലെൻസിൽ നോക്കും, ചിലമത്തെ സ്ക്രീനിലേക്ക് നോക്കും. സോ സോറി ഫോർ ദാറ്റ്. സോ ദി ഫസ്റ്റ് വൺ ഇസ് രവീന്ദർ സിംഗ്സ് ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി. ഇത് ഞാൻ വായിച്ചു തീർത്തതാണ്. ഇറ്റ്സ് എ മസ്റ്റ് റീഡ്. ഓക്കെ, മസ്റ്റ് റീഡ് ആണിത്. നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലവ് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വായിക്കുക. ഓക്കെ, പറഞ്ഞ പോലെ മറക്കണ്ട, ലിങ്ക്സ് എല്ലാത്തിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ്, ഇതൊരു മലയാളം ബുക്കാണ്. ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ സ്നേഹം കാമം ഭ്രാന്ത് എന്ന് പറഞ്ഞൊരു ബുക്കാണിത്. ഇത് ഞാൻ വായിച്ചിട്ടില്ല. ഞാനിതിപ്പോൾ റീസെൻ്റ്ലി ഞാൻ പർച്ചേസ് ചെയ്തതേ ഉള്ളൂ. എനിക്ക് വായിക്കാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഇനി വായിച്ച് തുടങ്ങണം എനിക്ക്. സോ ഈ ഒരു കാമം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ട് ആരും, ഈ നമ്മളെ പൊതുവെയുള്ള മനുഷ്യരുടെ നേച്ചർ എന്ന് വെച്ചാൽ കാമം കേൾക്കുമ്പോഴത്തേക്ക് അവർ അപ്പോഴേ വേറെ രീതിയിൽ ചിന്തിക്കും. ഞാൻ ഏത് രീതിയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. ഇറ്റ് ജസ്റ്റ് എ നോർമൽ വേർഡ്. ഓക്കെ, നമ്മളെ മലയാളം ഡിക്ഷണറിയിലുള്ള ഒരു നോർമൽ വേർഡാണ്. ഓക്കെ, അതങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി, അല്ലാതെ വേറെ നെഗറ്റീവായിട്ടും വേറെ തരത്തിലൊന്നും ആരും ചിന്തിക്കട്ടെ. ഓക്കെ, സോ ഈ ബുക്ക് ഞാൻ വായിച്ചില്ല, അത്രയേ ഉണ്ട്. സോ വായിച്ച് തീർക്കാൻ ഇത്തിരി ടൈം എടുക്കും. ആൻഡ് ദി തേർഡ് വൺ ഈസ് ബഷീർസ് മതിലുകൾ. ഈ ബഷീറിൻ്റെ മതിലുകൾ ഞാൻ ഓൾറെഡി വായിച്ചു തീർത്തതാണ്. ആക്ച്വലി ഞാനിതൊരു റീല് കണ്ടു. ഇതിൻ്റെ ഫിലിമുണ്ട്, മതിലുകൾ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഒരു റീല് കണ്ടപ്പോഴാണ്, അത് സിനിമ ഒരു റീലായിട്ട് ഇൻസ്റ്റയിൽ ആരോ പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മതിലുകൾ വാങ്ങിച്ച് വായിക്കണമെന്ന് എനിക്ക് ഭയങ്കര തുറ തോന്നിയത്. അപ്പോഴേ തന്നെ ഞാൻ നോക്കി തപ്പിപ്പിടിച്ച് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു തീർത്തു. സോ ബഷീറിനെ നമുക്ക് 90s കിഡ്സിനൊക്കെ അറിയായിരിക്കും, 2000 കിഡ്സിനും അറിയായിരിക്കും, 2010 ഒക്കെ ഓക്കെയാണ്. പക്ഷേ 2010 ശേഷം ജനിച്ചിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ ബഷീറിനെ അറിയാൻ ചാൻസ് കുറവാണ്. പക്ഷേ മലയാളികളായിട്ട് ജനിച്ചിട്ടുള്ളവർ ആരൊക്കെയുണ്ട്, അവരെല്ലാവരും ബഷീറിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി തൂങ്ങിച്ചാവുക, ലിറ്ററലി പോയി തൂങ്ങിച്ചാവുക, അതാണ് നല്ലത്. ബിക്കോസ് ബഷീറിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബഷീർ മാത്രമല്ല, മലയാളത്തിൽ ഒരുപാട് സാഹിത്യകാരൻ, ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. അതിൽ ആ റൈറ്റേഴ്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കുറേ റൈറ്റേഴ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റേഴ്സ് ആണ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. അറിയാത്തവർ പോയി ഗൂഗിൾ ചെയ്യുക. ഇപ്പോഴെങ്കിലും ആളെ പറ്റി എന്താ പറയുക, ചിരിഞ്ഞെടുക്കുക ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, ആൻഡ് ദി ഫോർത്ത് വൺ ഇസ് സോമൻ കടലൂരിൻ്റെ ഞാൻ ഇംഗ്ലീഷ് സ്ലാങ് ഇടയിൽ വരുന്നത് സോമൻ കടലൂരിൻ്റെ എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഞാനിത് വായിച്ച് തീർത്തിട്ടില്ല, ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ബുക്ക് മാർക്കാണ് എൻ്റെത്. അപ്പോൾ ഇവിടം വരെ വായിച്ച് വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാനിത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഇത് മിറർ വെർഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആവുമെന്ന് ഞാൻ നോക്കാം. ഐ ഡോണ്ട് നോ നിങ്ങൾക്കിത് കറക്റ്റ് രീതിയിൽ തന്നെയാണോ കാണുന്നതെന്ന്. സോ ഇതാണ് 4ാമത്തെ ബുക്ക്. ഇനി 5ാമത്തെ ആൻഡ് ഫൈനൽ ബുക്ക്, ഈ വീഡിയോയിലത്തെ ഫൈനൽ ബുക്കാണ്. ഇനി അടുത്ത 5 ബുക്സ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ട്വിസ്റ്റഡ് ലവ്, Ana Huang. I don't know if I'm pronouncing it correctly. It's Huang, I think so. So Ana Huang. It's Ana or Ana. അന ഹുവാങ്ങിൻ്റെ ട്വിസ്റ്റഡ് ലവ് ആണ്. ഇത് ഞാൻ ചെറുതായിട്ട് വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ബട്ട് ആക്ച്വലി എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് ഗ്യാപ്പ് വന്നു, പിന്നെ അത് മറന്നുപോയി. സോ ഇതിന് വീണ്ടും വായിച്ചു തുടങ്ങണം. ഇത് ആക്ച്വലി 4 ബുക്സ് ഉണ്ട് ഇതിന്. ഓക്കെ, ടോട്ടലി ഇത് 4 ബുക്സാണ് ഇത് വരുന്നത്. അതിൽ ഒരു ബുക്കാണ് ഈ ട്വിസ്റ്റഡ് ലവ്. ബാക്കി 3 ബുക്സിൻ്റെയും കൂടെ വേണമെങ്കിൽ ഞാൻ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണല്ലോ ബാക്കി 3 ബുക്സ്. അപ്പോൾ ഈ ബുക്കിൻ്റെ ബാക്കി 3 ബുക്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, വേറെവർ ഇറ്റ് ഈസ് പോസിബിൾ ഉള്ള ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. സോ ഇത്രയും 5 ബുക്സുകളാണ് ഇതിൻ്റെ നിധികൾ. സോ ഇതിൻ്റെ ഓരോ ബുക്കിനെയൊക്കെ പറ്റിയിട്ട് 1-2 ബുക്സിനെയൊക്കെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതെന്തായാലും ഞാൻ ഇനി അടുത്ത വീഡിയോസിലായിട്ട് പറയാം. സോ ഇതാണ് എൻ്റെ ബുക്ക് കളക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ്. ആൻഡ് സോറി വീഡിയോ ലോങ് ആയി പോയി. ഓക്കെ, ദെൻ ബൈ.